DK ശിവകുമാർ ഇന്നലെ പറഞ്ഞ എന്താണ്? കർണാടകയിൽ PCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ശിവകുമാറിനെ കൊണ്ടുവന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ സോണിയാഗാന്ധിയോട് പറയുന്നു, DK PCC അധ്യക്ഷനായാലേ അവിടെ ഭരണം തിരിച്ചുപിടിക്കാൻ പറ്റൂ. അങ്ങനെ അവിടെ ഭരണം തിരിച്ചുപിടിക്കുന്നു. അതിൽ ഒരു കൃതജ്ഞതയുണ്ട് KCയോട്. അതുകൊണ്ട് ഞാൻ ഈ മണ്ഡലത്തിൽ പ്രത്യേകമായി വന്ന് പ്രചാരണം നടത്തുന്നു. കർണാടക തിരിച്ചുപിടിച്ചത് മോശം കാര്യമാണോ? KCയുടെ ആ റോളിനെ എങ്ങനെ കാണുന്നു? ഇവിടെ DK ശിവകുമാർ കോൺഗ്രസിൻ്റെ തന്നെ നേതാവാണ്. KC വേണുഗോപാൽ മത്സരിക്കുമ്പോൾ ഇവിടെ വന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്താനും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള വോട്ട് ചോദിക്കാനും ഒക്കെ അദ്ദേഹത്തിന് പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ കാണേണ്ട കാര്യം, ഇവിടെ കോൺഗ്രസിന് ഈ പറഞ്ഞ കാര്യങ്ങളിലൊരു മറുപടിയില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ BJPയിലേക്ക് ആൾ പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കാണുന്നത് 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പോൾ പോയി. ഒന്ന് ആലപ്പുഴയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു AK ആന്റണി, കരുണാകരന്റെ മകൾ പോയി. ഇവരുടെ ഒന്നും പോയിട്ടില്ല. ആരെങ്കിലും ഒരാളുടെ പേര് പറ. ഒന്നും പോയിട്ടില്ല. പറ, വെറുതെ പറയാതെ, വെറുതെ മുഖ്യമന്ത്രിമാരുടെ പേര് വായിക്കാം. ഇവിടെ SM കൃഷ്ണ പോയി, അമരീന്ദർ സിംഗ് പോയി, അമരീന്ദർ സിംഗ് പോയി, വിജയ് ബഹുഗുണ പോയി. അതേപോലെ സംസാരിക്കുമ്പോ നിങ്ങൾ അതിനകത്ത് അദ്ദേഹം ഒന്ന് പറയട്ടെ. അദ്ദേഹത്തിന് മറുപടി എടുക്കാം. അദ്ദേഹം ഒന്ന് ചോദിച്ചോട്ടെ. ഒരു സെക്കൻഡ് അഡ്രസ് ചെയ്യൂ. നിങ്ങൾ അഡ്രസ് ചെയ്യാതെ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഓർക്കം ചാടി സംസാരിക്കുന്നതൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമല്ല. നിങ്ങളുടെ ചോദ്യം അല്ല, ഞാൻ സംസാരിച്ചതല്ല, ഇടപെട്ടത് CPM-ന്റെ പരിപാടിയല്ല. അപ്പൊ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതിന്റെ പുറത്ത് മാത്രം നിങ്ങൾ ലിസ്റ്റ് പറ, നിങ്ങൾ പേര് പറ, അതാണ് ചോദ്യം. ശ്രീ വേണു, ഞാൻ പറയാം, 3 പതിറ്റാണ്ട് കാലം CPM-ന്റെ ഭരണമുള്ള ത്രിപുരയിലും ബംഗാളിലും ഇന്ന് അവസ്ഥ ആരാണ് പോയത്? പറ, ആരാണ് പോയത്? അങ്ങനെ പറയാതെ പേര് പറയാൻ 2 മണിക്കൂർ കേരളത്തിൽ വട്ടപൂജയാണെന്ന്. കേരളത്തിൽ വട്ടപൂജയാണ്. നിങ്ങൾ അത് പറയാതെ നിങ്ങൾ കേരളത്തിൽ വട്ടപൂജയാണ്. കേരളത്തിൽ നിങ്ങൾ വട്ടപൂജയാണ്. കേരളത്തിൽ നിങ്ങൾ വട്ടപൂജയാണെന്ന്. കേരളത്തിൽ വട്ടപൂജയാണ്. ആരാണ് പറയുന്നത്? വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ എങ്ങുമില്ല. അപ്പൊ ഒരു കാര്യം ഞാൻ 2 മണിക്കൂറല്ല, നിങ്ങൾ 2 മണിക്കൂർ, 5 മണിക്കൂർ നിങ്ങൾ പേര് പറ. ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണം. നിങ്ങൾ പറയുന്നത് രാഹുലിനോ വിമലിനോട് ചോദ്യമുണ്ട്. BJPയുടെ പ്രതിനിധിയോട് പറഞ്ഞപ്പോൾ അതിന് 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഇവിടെ മോദിയുടെ കാര്യങ്ങളാണ് എല്ലാം കൊണ്ടുവന്നതൊക്കെ പറഞ്ഞല്ലോ. കേരളത്തിലേക്ക് അരി തന്നാൽ അതിന്റെ പൈസ പോലും പലിശ ഉൾപ്പെടെ തിരിച്ചു വാങ്ങിക്കുന്നവരാണ് ഇവര്. പെൻഷനും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായി ഇടക്കേറി വർത്താനം പറയാതെ പറയട്ടെ, ഇടക്കേറി വർത്താനം പറയല്ലേ. അപ്പോൾ ഇവിടെ കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള ശ്രമം ഇപ്പൊ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഇതെല്ലാം ചെയ്യുന്നവരാണ്. മോദിജിയാണ് കേരളത്തിൽ കൊണ്ടുവന്ന് പറയുന്നത്. ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ BJPയുടെ പ്രതിനിധി വലിയ കാര്യത്തിൽ പറഞ്ഞു, ദേശീയപാത വികസനം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ഉണ്ട്. ദേശീയപാത വികസനം യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ അംഗീകരിക്കാന്ന് പറയുന്ന ഇപ്പോഴും ഉണ്ട്. പറയട്ടെ, 5,800 കോടി രൂപ സ്ഥലമെടുപ്പിന് വേണ്ടി മാറ്റിവെച്ച് UDF-കാരിരുന്നപ്പോ ഇതൊന്നും നടന്നില്ല. എന്നിട്ടാണ് ദേശീയപാത ആലപ്പുഴ ബൈപ്പാസ് പറയുന്നുണ്ടല്ലോ. ആലപ്പുഴ ബൈപ്പാസിന് എന്താ ടോൾ വെക്കാത്തത്? എന്താ കാര്യം? സംസ്ഥാന ഗവൺമെന്റ് 199 കോടി രൂപ അതിനകത്ത് ചെലവാക്കിയതുകൊണ്ടാ. കേന്ദ്ര ഗവൺമെന്റ് ഈ പൈസ മൊത്തം മുടക്കി എല്ലായിടത്തും ടോൾ വെക്കുക. പക്ഷെ ഇവിടെ ടോൾ വെച്ചിട്ടില്ല. യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് ടോൾ ബൂത്ത് എന്താ അങ്ങനെ കിടക്കുന്നത്? MP ലാക്സ് ഫണ്ടായി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ തുക എത്ര? 17 കോടി രൂപ. അതിൽ 10 കോടി ലാപ്സാക്കിയാണ്. കണക്ക് പറ, തെളിവ് കാണിക്ക്. ഏറ്റവും കൂടുതൽ അല്ല വിമല, ഇതിന്റെ കണക്കുകളാ ചോദിക്കുന്നത് രാഹുൽ അടക്കം. ഞാൻ പറയട്ടെ
ഞാൻ പറയട്ടെ, കാണിക്ക്. മന്ത്രി- അങ്ങനെ വെറുതെ വിടുവായിട്ടും പറയരുത്, കേന്ദ്ര വെറുതെ പടക്കം പൊട്ടിച്ച് വർത്താനം ഗവൺമെന്റിന്റെ- പറയരുത്, വെറുതെ എയറിലിട്ട് വർത്താനം പറയരുത്. കാര്യമില്ല. കാര്യം രേഖാപരമായി നിങ്ങൾ കാണിക്കണം. അന്തം കമ്മികളാകരുത്, അന്തം പ്രിയപ്പെട്ട കമ്മികളാകരുത്. ശ്രീ വേണു, ഞാൻ പറയാം, പ്രിയപ്പെട്ട ഇത് ശ്രീ കേന്ദ്ര വേണു, ഗവൺമെന്റ് വികസന സൈറ്റിൽ രേഖയാണ്. രാജ്യത്തെ മുഴുവൻ ഇതിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന മോദി കാര്യങ്ങൾ ചെയ്ത ഏതെങ്കിലും ഇല്ലെങ്കിൽ പറ, മോദി ചെയ്ത ഏതെങ്കിലും നടപ്പില്ലെങ്കിൽ പറ. രാജ്യത്തെ BJP ക്കൊന്നും പറയാനില്ല, കേന്ദ്ര ഗവൺമെന്റ് BJP ക്കൊന്നും പറയാനില്ല, വെറുതെ ഈ ശ്രീമാൻ ആരിഫ് പറഞ്ഞുകൊണ്ടിരിക്കുക. എംപി, ഞാൻ പറയട്ടെ, 17 കോടിയിൽ എത്ര ലാപ്സാക്കിയെന്നാണ് 10 കോടിയിൽ ലാപ്സാക്കി. അത് എവിടെയാണ് മന്ത്രി- എവിടെയാണ് ഞാൻ പറയാം. ഇത് എവിടുത്തെ കണക്കാ വിമലെ? മന്ത്രി- വിമലെ, ഇത് എവിടുത്തെ കണക്കാണ്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ബിജെപിയുടെ സുഹൃത്ത് അത്യാവശ്യം ഒന്ന് പഠിച്ചിട്ടൊക്കെ പറയണം. കാര്യങ്ങൾ മനസ്സിലാക്കി വിമല് വെറുതെ വർത്താനം വിമല് പറയരുത്. സ്വന്തം വാദഗതികൾ ഓരോന്നായി ലാപ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടിയ പാർലമെന്റിലെ നോട്ടീസില് കണക്ക് പരിശോധിച്ചാൽ അറിയാം. ഏയ് ശ്രീമാൻ പാർലമെന്റിലെ വേണു, സൈറ്റിൽ കയറി നോക്കിയാൽ DYFI അറിയാം യുടെ MP നേതാവ് ചെലവഴിച്ച തുക ഉയർത്തിക്കാട്ടിയ എത്രയാണ്. നോട്ടീസിൽ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു വോട്ടറിനോട് സംസാരിക്കണ്ട, ഒരു സെക്കൻഡ് പറഞ്ഞോളൂ സർ. വിമല ഒരു സെക്കൻഡ്, വിമല ഒരു സെക്കൻഡ്, 10 കോടി വിമല ഇവരൊക്കെ സംസാരിക്കട്ടെ. പാർലമെന്റിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ കിട്ടും എം പി എത്രയാണ് ചെലവഴിച്ചതെന്നുള്ളത് നോക്കിയാൽ മതി, അത് നോക്കിയാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. കാര്യം MBR ഒരു സെക്കൻഡ് വിമല യൂട്ടിലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. അതെ. ഈ കാണിച്ചു തരാന്നിട്ട് എവിടെയാണ്? കൈരേഖയും കൂടെ കാണിച്ചാൽ മതി. കൈരേഖയും കൂടെ ഉണ്ടാവും, അതും കൂടെ കാണിക്കും. അല്ലല്ല കോൺഗ്രസ്സുകാരും ഒരു സെക്കൻഡ് അദ്ദേഹം ഒന്ന് ചോദിച്ചോട്ടെ. അല്ല കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ അടികൂടുന്നു. ഇവിടെ കിരിയും പാമ്പുമാണ്. ഡൽഹി പോയിട്ട് ഇവർ രണ്ടുപേരും മാനിഫെസ്റ്റോ വന്നിട്ടുണ്ട്. രണ്ടും കോൺട്രവേഴ്സിയാണ്. ആണോ? ചുമ്മാ അപ്പം സെൻട്രലില് ഇവർ തമ്മിൽ മിനിമം 280 സീറ്റ് വേണം. 280 സീറ്റ് ബില്ല് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രം 280 സീറ്റ് കിട്ടുമോ? ബില്ല് പാസ്സാവുമോ? മാനിഫെസ്റ്റോയിലെ കംപ്ലീറ്റ് കോൺട്രവേഴ്സിയാണ്. രണ്ടാമത്തെ ചോദ്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി, ഇവിടെ 19 MP-മാരും അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ആരിഫ് എന്നാണ് കംപ്ലീറ്റ് ആലപ്പുഴ കംപ്ലീറ്റ് പൊന്നാക്കി പാലും തേനും ഒഴിക്കുകയെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ KC വേണുഗോപാൽ പറയുകയുണ്ടായി. KC വേണുഗോപാൽ ചോദ്യം എന്താണ്? ചോദ്യം ചോദിക്കാം. KC വേണുഗോപാൽ കോൺഗ്രസ് ആണെന്ന്. പക്ഷേ സുധാകരൻ ഇന്നലെ എന്താ പറയുണ്ടായി, അവിടെ നേരത്തെ ഇതുപോലെ സുധാകരൻ പറയുണ്ടായി, ഇവരാരും ഒരു തേങ്ങയും ചെയ്തിട്ടില്ല, ഈ രണ്ട് ആരിഫും ചെയ്തിട്ടില്ല, KC വേണും ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ ഗഡ്കരിയാണ് മോഡിയാണ് ചെയ്തതെന്ന് ഓപ്പണായിട്ട് പറഞ്ഞത്. ശരി രാഹുൽ, ഈ പറഞ്ഞതിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 199 കോടി രൂപ നമ്മൾ ചെലവഴിച്ചു എന്നുള്ളതിന്റെ കണക്കാ പറഞ്ഞത്. 5800 കോടി രൂപ ഈ ഹൈവേ വികസനത്തിന് വേണ്ടി, സ്ഥലമെടുപ്പിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റാണ് മാറ്റിവെച്ചത്. ഈ സംസ്ഥാന ഗവൺമെന്റ് ഈ പൈസ മാറ്റിവെച്ച് ഇതിനു വേണ്ടി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ ഹൈവേ വികസനം യാഥാർത്ഥ്യമാകില്ല. ഇവിടെ BJP-ക്കാർ വരെ മറ്റേ അവിടെ കീഴാറ്റൂരിൽ പോയി സമരം ചെയ്തു. വിമൽ ആദ്യം ആ ലാപ്സായ കണക്ക് ആദ്യം കാണിക്കും, അതിനുശേഷമാകാം നമുക്ക്. ശരി ഞാൻ വരാം. വിമലിന്റെ കണക്കിലേക്ക് വരാം രാഹുൽ. ശരി